എല്ലാവർക്കും നമസ്കാരം. അപാര രുചിയുള്ള 2 പുട്ട് റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. തികച്ചും വെറൈറ്റി ആയിട്ടുള്ള 2 പുട്ട് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കപ്പ വെച്ചിട്ടാണ് നമ്മൾ ഈ പുട്ട് തയ്യാറാക്കുന്നത്. എല്ലാവരും പാൽക്കപ്പ കഴിച്ചിട്ടുണ്ട്, പക്ഷേ പാൽക്കപ്പ പുട്ട് നമ്മൾ കഴിച്ചിട്ടില്ല. അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഒരു വലിയ കഷ്ണം കപ്പ എടുത്ത് അതിൻ്റെ ഒരു പകുതി ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തൊലിയെല്ലാം കളഞ്ഞ് കപ്പ നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുക്കാം. ഈ ഒരു കഷ്ണമാണ് ഞാൻ പുട്ടിനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ കഴുകിയിട്ട് നന്നായിട്ടതൊന്ന് ഗ്രേറ്റ് ചെയ്യാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഗ്രേറ്ററിലൂടെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. തീരെ പൊടിയായിട്ടല്ലാതെ ഇതുപോലെ തേങ്ങ ചുരുണ്ടുന്നത് പോലെയുള്ള ആ ഒരു ഗ്രേറ്ററിലൂടെ നമുക്കിത് മുഴുവൻ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മൊത്തം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അല്പം വെള്ളം ഒഴിച്ചത് നന്നായിട്ടൊന്ന് ഞെരടി വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞ് എടുക്കണം. അപ്പോൾ എന്തെങ്കിലും കയ്പോ വല്ലതും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറും. നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി നമുക്കിത് മുഴുവൻ പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഗ്രേറ്റ് ചെയ്ത കപ്പയെല്ലാം മുഴുവൻ പിഴിഞ്ഞ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വറുത്ത പുട്ടുപൊടി, വറുത്ത അരിപ്പൊടിയോ അല്ലെങ്കിൽ പുട്ടുപൊടി നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്നതോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പാകത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വറുത്ത അരിപ്പൊടി കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കട്ട കെട്ടാതെ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് ഈ അരിപ്പൊടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് വയ്ക്കാം. ഇതിലേക്ക് അരമുറി തേങ്ങ ചുരണ്ടിയത് അതും ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക്, ഇനി നമ്മൾ തേങ്ങാപ്പീരി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അടിയിൽ. ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് നിറച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഒരു അരമുറി തേങ്ങ ചുരണ്ടിയത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് അതിൻ്റെ പാല് പിഴിഞ്ഞ് വയ്ക്കണം. ഇപ്പം നമ്മൾ പുട്ട് റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ട പാല് നമ്മൾ റെഡിയാക്കുകയാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാം, പക്ഷേ നെയ്യ് ചേർക്കുമ്പോഴാണ് ഒന്നുകൂടെ സ്വാദ്. നെയ്യ് ചൂടാകുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ 1 പിടി ചുവന്നുള്ളി കനം കുറച്ചരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റാം. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി വഴറ്റി അതിലേക്ക് 2-3 വറ്റൽ മുളക് മുറിച്ചതും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റാം. ഇത് ഒത്തിരി മൂത്ത് പോകരുത്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ നമ്മളിത് വഴറ്റണം. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുവിധം കുറുകിയ തേങ്ങാപ്പാലാണ്. അത് ചേർത്ത് ഒന്ന് ഇളക്കി ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ചൂടാകണം. അത്രയും മതി. ഒരുപാട് തിളച്ചാൽ ഇത് പിരിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ചെറുതായിട്ടൊരു ആവി വരുന്ന പരുവത്തിൽ നമുക്കിത് വാങ്ങി വേറൊരു ബൗളിലേക്ക് നമുക്കിത് ഒഴിച്ചു വയ്ക്കാം. ഇതാണ് ഇതിന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പാല്. അപ്പം നമ്മുടെ പാല് റെഡിയായിട്ടുണ്ട്. കപ്പപ്പുട്ടും അതിന് വേണ്ട പാലും, ഈ പാലൊഴിച്ച് വേണം ഈ കപ്പപ്പുട്ട് കഴിക്കാൻ. അപാര രുചിയാണ്, നല്ലൊരു മണമാണ്, നല്ല സ്വാദാണ് ഇങ്ങനെ കഴിക്കുമ്പം.
ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. യൂട്യൂബിൽ അങ്ങനെ ആരും ട്രൈ ചെയ്ത് കണ്ടിട്ടില്ല ഇങ്ങനെയൊരു റെസിപ്പി. അപ്പം അടിപൊളി സ്വാദാണ് ഈ പാൽ കപ്പപ്പുട്ടിന്. ഇനി നമുക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കി ഒരു പുട്ടുകൂടെ നമുക്ക് തയ്യാറാക്കാം. പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞത് ഇത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് പാകത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില അതുമൊന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയത് അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതും ഒരുവിധം ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റണം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 1 ടീസ്പൂൺ പിരിയൻ മുളക് പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും മസാലകളെ നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ. പൊടികൾ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു മുട്ട പുഴുങ്ങി ചെറുതായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ്, ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കുകയോ ചെയ്യാം. അതോടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു അല്പം തേങ്ങാപ്പാൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് 2ാം പാലാണ് ചേർത്തിരിക്കുന്നത്. മസാലകളെല്ലാം കൂടി ഒന്ന് മിക്സായി ഒന്ന് വേകുന്നതിനാണ്. ഈ തേങ്ങാപ്പാലൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം. അപ്പോഴത്തേക്ക് അരപ്പെല്ലാം കൂടി ഒന്ന് മിക്സായി പാകമാകും. ഇപ്പം നമ്മുടെ മുട്ടക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അടുത്ത പുട്ട് തയ്യാറാക്കുന്നത് ഈ എഗ്ഗ് ഫില്ലിങ് ചേർത്താണ് നമ്മൾ പുട്ട് തയ്യാറാക്കുന്നത്. പുട്ടുപൊടി നമുക്ക് ഒരു പകുതി വരെ നിറച്ച് കൊടുക്കാം പുട്ടുകുറ്റിയിൽ. ഇനി നമുക്ക് എഗ്ഗ് ഫില്ലിങ് ഒരു 2-3 സ്പൂൺ നിറച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ പുട്ടുപൊടി നിറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് പുട്ട് റെഡിയാകും. അങ്ങനെ നമ്മുടെ മുട്ടപ്പുട്ടും റെഡിയായിട്ടുണ്ട്. ഈ മുട്ടപ്പുട്ടിന് വേറെ കറികളൊന്നും വേണ്ട. ഇതിനും നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ പാല് ചേർത്ത് ഈ പുട്ടും നമുക്ക് കഴിക്കാം. അപ്പം ഈ പാൽ കപ്പപ്പുട്ടും ഈ മുട്ടപ്പുട്ടും രണ്ടും നല്ല ടേസ്റ്റുള്ള അപാര രുചിയുള്ള 2 കിടിലൻ പുട്ട് റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.